വെൽക്കം ടു ലേൺ ആൻഡ് അപ്സ്കിൽ ചാനൽ. ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് വെൽക്കം ടു ലേൺ ആൻഡ് അപ്സ്കിൽ ചാനൽ. ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ആയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി. കംപ്ലീറ്റ്ലി ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വാച്ച് ചെയ്യാൻ കഴിയുമ്പോൾ മാത്രം വാച്ച് ചെയ്യുക. അങ്ങനെ കഴിയാത്തവരാണെങ്കിൽ ഇപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് പോയാൽ പിന്നീട് എപ്പോഴാണോ നിങ്ങൾക്ക് മറ്റുള്ള തോട്ട്സ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഇത് വാച്ച് ചെയ്യാൻ കഴിയുക, അപ്പോൾ മാത്രം ഇത് വാച്ച് ചെയ്യുക. നമ്മളിപ്പോൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് CA ഫൗണ്ടേഷനിലെ ഒന്നാമത്തെ ചാപ്റ്റർ തിയററ്റിക്കൽ ഫ്രെയിംവർക്കിലെ ഒന്നാമത്തെ യൂണിറ്റാണ്, മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് അക്കൗണ്ടിങ് ബിസിനസ്സിൻ്റെ ഒരു ലാംഗ്വേജ് ആണ്. ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക്കായി റെക്കോർഡ് ചെയ്യാം, എന്നിട്ട് ബിസിനസ് പ്രോഫിറ്റിലാണോ ലോസ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഫ്രെയിംവർക്കാണ് അക്കൗണ്ടിങ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് മെയിനായിട്ട് പഠിച്ചെടുക്കാനുള്ളത് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനീഷനാണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനീഷൻ ഞാനിപ്പോൾ പറയാം. അപ്പോൾ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യുക, എൻ്റെ വോയിസ് മാത്രം ഫോക്കസ് ചെയ്തിട്ടിരിക്കുക. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് in a significant manner and in terms of money, transactions and events which are in part at least of a financial character, interpreting the results thereof. ഇതാണ് ഡെഫിനേഷൻ വരുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുന്നല്ലോ, ശ്രദ്ധിക്കുക. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the results thereof. ഇതാണ് ഡെഫിനേഷൻ വരുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് കേട്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്വന്തമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ മനസ്സിൽ ഒരു 5 തവണ ഇത് ആവർത്തിച്ച് പറയാം. ഞാൻ ഒന്നുകൂടി പറയാം, അപ്പം മനസ്സിൽ പറഞ്ഞോ. Accounting is the art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of a financial character, interpreting the results thereof. ഇതാണ് ഡെഫിനേഷൻ. അപ്പോൾ നിങ്ങളിത് മനസ്സിലൊരു 5 തവണ ആവർത്തിച്ച് പറയാം. അതിനുശേഷം നിങ്ങളുടെ ബുക്ക് എടുത്തിട്ട് അത് എഴുതുമ്പോൾ എവിടെ നോക്കാനും റെഫർ ചെയ്യാനും പാടില്ല. സ്വന്തമായിട്ട് മനസ്സിൽ പറഞ്ഞ കാര്യം അതേപോലെ ബുക്കിൽ പകർത്തി എഴുതുക. ഈ രീതിയിലാണ് നമ്മളുടെ ഓരോ ക്ലാസ്സുകളും മുന്നോട്ട് പോകുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു ഡെമോ ക്ലാസ് ആണ്. അപ്പോൾ കൂടുതലായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാനും പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.